കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണം എന്ന കുടുംബത്തിൻ്റെ ആവശ്യം. അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വിധി പറയാൻ പോകുന്നു എന്നുള്ളതാണ്. ഭാര്യ മഞ്ജുഷയാണ് അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അതിൽ തിങ്കളാഴ്ച കോടതി വിധി പറയും. അതിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്താണ്? ശ്രീകാന്ത്, റീജിത്ത്, കണ്ണൂർ മുൻ എ.ഡി.എം ആയിരുന്ന KN നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യ K മഞ്ജുഷയാണ് ഈ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ നൽകിയത്. ഇതൊരു അപ്പീൽ ഹർജിയായിരുന്നു. കാരണം നേരത്തെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഇതേ ആവശ്യവുമായി സമീപിച്ചെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത്. തൽക്കാലം SIT ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തട്ടെ, DGP ഇതിന് പ്രത്യേകമായി മേൽനോട്ടത്തിന് ആളുകളെ നിയോഗിക്കട്ടെ, മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് CBI അന്വേഷണ ആവശ്യം തള്ളിയത്. ഈ CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ കോടതിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെയാണ് നിയോഗിക്കുകയുണ്ടായത്. പക്ഷേ ശ്രീകുമാർ ഒന്നുകിൽ CBI അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മതി എന്നൊരു നിലപാടെടുത്തു. പക്ഷേ കുടുംബത്തിന് CBI തന്നെ വേണമായിരുന്നു. പിന്നീട് ശ്രീകുമാറിനെ മാറ്റി K രാംകുമാറിനെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഇതിൽ ചില ട്വിസ്റ്റുകളൊക്കെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ സംഭവിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ എന്തിന് CBI അന്വേഷണം വേണമെന്ന വാദം അവർ മുന്നോട്ട് വെച്ചു. സിംഗിൾ ബെഞ്ച് മുമ്പാകെ വെച്ച അതേ വാദങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. ഡിവിഷൻ ബെഞ്ച് ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരുന്ന് കാണാം. കോടതി നിർദ്ദേശിച്ചാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും CBIയുടെ നിലപാട്. കോടതി നിർദ്ദേശിക്കുമോ അതോ SIT അന്വേഷണം അത് തന്നെ മുന്നോട്ട് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.